നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹായ് അച്ഛൻ. ഹലോ ഹലോ സത്യ. നീ ആ ബാഗ് അകത്തോണ്ട് വെക്ക്. കൊണ്ടുപോയി വയ്ക്കാൻ. ശ്യാമേ, അത് വാങ്ങിക്കേ. സത്യമേ, നീ പോകുന്നില്ല എങ്ങോട്ടും. മനസ്സിലായോ? ആ, കേറിപ്പോ. കേറിപ്പോവാൻ. അകത്തോടെ ഇരുപ്പാൻ. ഈ വയസ്സുകാലത്ത് എന്തൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും ദൈവമേ. ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലേ മോളെ? എവിടെ എത്തിന്നെങ്കിലും അറിയാലോ. കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. ധൃതി പിടിച്ചുള്ള ഈ ഒരുക്കം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എന്തെങ്കിലും ഒന്ന് കാണാതെ അവനിങ്ങനെ ഒരു കാര്യം പറയുവോ? അല്ല, ഇനി എടുത്ത വീടിന്റെ കാര്യത്തിൽ വല്ല തടസ്സവും ഉണ്ടായോ എന്തോ? അല്ല, വരാൻ താമസിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ ഒരു ഊഹം പറഞ്ഞതാ. എന്റെ ചിന്ത അതൊന്നും അല്ല. ഈ വീട് മാറ്റം വിഷ്ണുവേട്ടന്റെ മാത്രം തീരുമാനാ. സത്യം അറിയാതെയുള്ള തീരുമാനം. ചിലപ്പോ തടസ്സം ഉണ്ടാക്കിയിരിക്കുന്നത് സത്യാമ്മയാണെങ്കിലോ? അക്കാര്യത്തിൽ ഒരു തീരുമാനം കാണാതെ വിഷ്ണു ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയൂ? 1-2 ദിവസത്തേക്കൊന്നും അല്ലല്ലോ താമസിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ പറയാതിരിക്കോ? ഇത് വേറെന്തോ വിഷയമാ. അമ്മേ, അതെ, നമ്മളിന്ന് പോകുന്നുണ്ടോ? പുതിയ വീട്ടിലോട്ട് താമസത്തിന് പോകുന്ന കാര്യേ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പോയില്ലെങ്കിൽ പിന്നെ നാണക്കേടാ. അവരുടെ മുഖത്തെനിക്ക് നോക്കാൻ പോലും പറ്റില്ല കേട്ടോ. ആ സത്യക്കുട്ടി, അതെ, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂ. അതുകൊണ്ടാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. എന്നാ പിന്നെ പോവാൻ നേരത്തെ വിളിച്ചാ മതി. ഞാൻ എന്റെ മുറി കാണും. വല്ലാത്ത കഷ്ടം തന്നെ ആട്ടോ കാര്യം. അച്ഛനിപ്പോ തിരക്കായിരിക്കോ? ആയിരിക്കും, അതുകൊണ്ടാവും വിളിക്കാത്തത്. വീട് മാറാൻ റെഡി ആയിരിക്കാന്ന്
അറിയിക്കാൻ എന്താ ഒരു വഴി? ആ, വിളിക്കാതിരിക്കില്ല, വെയിറ്റ് ചെയ്യാം. മിക്കവാറും ജോലി തിരക്കിലായിരിക്കും. ദൈവമേ, എന്റെ അച്ഛൻ ഇപ്പൊ തന്നെ വിളിക്കണേ. അച്ഛൻ എന്നെ വിളിക്കാൻ തോന്നിപ്പിക്കണേ. സത്യം ഇപ്പൊ എന്തായിരിക്കും ചെയ്തോണ്ടിരിക്കുന്നത്? ഒന്ന് വിളിച്ചു നോക്കാം. അച്ഛനായിട്ട് തന്നെ വിളിക്കാം, അവൾക്ക് സന്തോഷമായിക്കോട്ടെ. ഹായ് അച്ഛൻ. ഹലോ. ഹലോ സത്യ. അച്ഛൻ എന്താ അച്ഛനെ വിളിക്കാതിരുന്നത്? ഞാൻ ഇപ്പൊ വിളിക്കൂന്നോട്ട് കാത്തിരിക്കുകയായിരുന്നു. മോളെ, ഇന്നലെ ജോലി കഴിഞ്ഞപ്പോ ഒരുപാട് ലേറ്റായി, വന്ന് കിടന്നപ്പോഴും ഒരുപാട് ലേറ്റായി. അച്ഛൻ വിളിക്കാതായപ്പോ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. അച്ഛൻ ഇനി എത്ര ജോലി തിരക്കുണ്ടെങ്കിലും എന്നെ വിളിക്കണേ. അല്ല, എന്തിനായിരുന്നു മോൾ എന്നെ വിളിച്ചോണ്ടിരുന്നത്? അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നി. കേട്ടല്ലോ. ഇപ്പൊ മോൾക്ക് സന്തോഷമായല്ലോ. അച്ഛാ, ഇനി ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ? ആ, ചോദിക്കും മോളെ. എന്റെ കൃഷ്ണ, കുഴക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ. ആ, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നെന്ന് മനസ്സിലൊന്ന് കാണാൻ വേണ്ടി അച്ഛാ ചോദിച്ചോട്ടെ? ചോദിച്ചോ. അച്ഛന് നല്ല പൊക്കമാണോ അതോ മീഡിയം പൊക്കമാണോ? മീഡിയം പൊക്കം. കാണാൻ വെളുപ്പാണോ കറുപ്പാണോ? വെളുപ്പ്. നല്ല തടിയുണ്ടോ? അത്ര വലിയ തടിയൊന്നുമില്ല. അല്ല, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ അറിയുന്നേ? എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അച്ഛനെ കുറിച്ച് പറയാനാ. ഞാൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. എന്നെ കാണണമെന്ന് സത്യക്ക് അത്ര വലിയ ആഗ്രഹമാണല്ലേ? അച്ഛൻ പറയുന്നേക്കെ വെച്ച് ഞാൻ എന്റെ മനസ്സിലൊരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം അച്ഛാ. അച്ഛന്റെ നടപ്പും അച്ഛന്റെ ഓരോ ചലനങ്ങളും ഞാനിപ്പോ എന്റെ മനസ്സുകൊണ്ട് കാണാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.